ശ്രീ പ്രിന്റു മഹാദേവിലേക്കാണ് പോകുന്നത്. പ്രിന്റു, ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് മുസ്ലിം ലീഗിനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള പാലമായി UDF-ൽ പ്രവർത്തിക്കുന്നത് ഈ മുസ്ലിം ലീഗാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ചില മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യേണ്ട, ഞങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ പ്രവർത്തിക്കുകയാണ് ലീഗുമായി എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. പക്ഷേ പ്രിയങ്കയും രാഹുലും വയനാട്ടിൽ മത്സരിച്ച ആ ഒരു തെരഞ്ഞെടുപ്പ് കാലം അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അന്ന് മുസ്ലിം ലീഗിന്റെ കൊടി പുറത്തെടുക്കാൻ സമ്മതിച്ചില്ല കോൺഗ്രസ്. അത് ഓർമ്മയുണ്ടോ? ലീഗിന്റെ കൊടി പുറത്ത് കാണിച്ചാൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഭയം കൊണ്ടായിരുന്നു അത്. ഉയർത്തിക്കഴിഞ്ഞാൽ അറിയാം, വോട്ട് കിട്ടില്ല. അതെ 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 അത് കാരണമുണ്ട്. കാരണം പാകിസ്ഥാന്റെ കൊടിയും ലീഗിന്റെ കൊടിയും ഏകദേശം സമാന രൂപമുള്ളതാണ്. അപ്പൊ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇവിടെ ലീഗിന്റെ വോട്ട് മതി, കൊടി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു കൂട്ടരും മത്സരിച്ചപ്പോൾ കൊടി ഉയർത്താൻ പോലും സമ്മതിച്ചിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ചാവക്കാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രക്തസാക്ഷി മണ്ഡപമുണ്ട്. അവിടെ പേര് പുന്ന നൗഷാദ് എന്നാണ്. പുന്ന നൗഷാദ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഉശിരനായ പ്രവർത്തകനെ തുണ്ടമാക്കി വെട്ടിയെറിഞ്ഞത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. ഇപ്പൊ ഈ പുന്ന നൗഷാദിന്റെ ആത്മാവൊക്കെ ഇത് കണ്ടിരിക്കുന്നുണ്ടാവും സുഹൃത്തെ. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ SDPI-യുമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും PDP-യുമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ട് പരസ്യമായി സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഏത് വിധേയനും കേരളത്തിൽ അധികാരം പിടിക്കാനുള്ള ശ്രമമാണ് UDF നേതൃത്വം ചെയ്തത്. ഇത് അങ്ങേയറ്റം മതേതരത്വത്തിനോടുള്ള വെല്ലുവിളിയാണ്. കാരണം നിങ്ങൾ ഈ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു പാൻ ഇസ്ലാമിക് സ്വഭാവമുള്ള സംഘടനയാണ്. നമ്മൾ കാണുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും സൈദ്ധാന്തികമായിട്ട് പോസ്റ്റ് ഒട്ടിക്കുന്ന പ്രസ്ഥാനമല്ല. അത് പാൻ ഇന്ത്യ തലത്തിൽ അതിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്, അതിന് വ്യത്യസ്തമായ അമീർ എന്ന് പറയുന്ന ഹെഡുകളുണ്ട്. അത് പാകിസ്ഥാനിലായിക്കോട്ടെ ബംഗ്ലാദേശിലായിക്കോട്ടെ. ആ ജമാഅത്ത് ഇസ്ലാമി പമ്മി നിന്ന് ബംഗ്ലാദേശിനകത്ത് അവർ അധികാരം പിടിച്ചു. ഒരു കാലഘട്ടത്തിൽ ഈ അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക ഭീകരവാദത്തിന് വളവും കൊടുത്തത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിടുത്തെ സംവിധാനങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേരളത്തിന്റെ മതേതര പാരമ്പര്യം തകർത്തുകൊണ്ട് ഇസ്ലാമിക മതഭീകരവാദ സംഘടനകൾക്കും രാജ്യദ്രോഹികൾക്കും വേണ്ടിയിട്ട് ജനാധിപത്യത്തെ പണയം വെക്കുന്നതാണ് ഈ രണ്ട് മുന്നണി സംവിധാനങ്ങളും ഈ കേരളത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവസരം കാത്തു നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് കുറച്ചും കൂടി ജനകീയത നൽകിക്കൊണ്ട് പൊതുസമൂഹത്തിനിടയിൽ എന്ന് ജനൻ TV അതിനെ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഈ BJP-യുടെ മുന്നേറ്റത്തിൽ വിരളി പിടിക്കുകയാണ് ഈ ഇടത് വലത് മുന്നണികൾ. ഈ ഭീകരശക്തികളെ മുഖ്യധാരയിൽ എത്തിക്കലാണോ ഈ അജണ്ടയ്ക്ക് പിന്നിലെന്നും വലിയ സംശയം ഉയരുകയാണ്. ഏതായാലും വലിയ ജാഗ്രത കേരള സമൂഹം പുലർത്തേണ്ട ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം.